ഗായകനും വ്ളോഗറുമായ ഹനാൻ ഷായും കൂട്ടുകാരും എത്തിയതോടെ കുവൈറ്റിൽ നടന്ന റെസ്ട്രോ ഫെസ്റ്റ് 2025 ഗംഭീര വിജയമായി. അബ്ബാസിയ സെൻട്രൽ സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. റെസ്റ്റോറന്റ് അസോസിയേഷന്റെ 8ാം വാർഷികമായ റെസ്ട്രോ ഫെസ്റ്റ് 2025 വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ അതിഗംഭീരമായി ആഘോഷിച്ചു. കുവൈറ്റിലെ വിവിധ ഡാൻസ് സ്കൂളുകളിലെ കുട്ടികൾ അവതരിപ്പിച്ച നൃത്തങ്ങളോടെ തുടങ്ങിയ പരിപാടി പിന്നീട് സാംസ്കാരിക സമ്മേളനം, തുടർന്ന് പാട്ടുകാരനും വ്ളോഗറുമായ ഹനാൻ ഷായും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും അവതരിപ്പിച്ച ഗംഭീരമായ പ്രകടനം പരിപാടിയെ ആവേശത്തിന്റെ ഉയരങ്ങളിലേക്ക് കൊണ്ടുയർത്തി. ചടങ്ങിൽ അസോസിയേഷൻ ഭാരവാഹികൾ സംഘടനയുടെ പ്രവർത്തനങ്ങളെ വിശദീകരിക്കുകയും സഹകരണത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തു. സാമൂഹിക പ്രവർത്തനങ്ങളുടെയും തൊഴിൽ രംഗത്തെ ഏകോപനങ്ങളിലൂടെയും മുന്നോട്ടു പോകുന്ന അസോസിയേഷന്റെ ഭാവി പദ്ധതികളും ചടങ്ങിൽ അവതരിപ്പിച്ചു. സാംസ്കാരിക സമ്മേളനത്തിൽ അസോസിയേഷൻ ഭാരവാഹികളായ പ്രസിഡന്റ് ഷബീർ മണ്ടോളി, ജനറൽ സെക്രട്ടറി കമറുദ്ദീൻ, പ്രോഗ്രാം ജനറൽ കൺവീനർ നജീബ് PV, ചെയർമാൻ അബൂ തിക്കോടി, റെസ്ട്രോ ഫെസ്റ്റ്, ഹനാൻ ഷാ ലൈവ് ഷോ പ്രധാന സ്പോൺസർ, മാംഗോ ഹൈപ്പർ ചെയർമാൻ റഫീഖ് അഹമ്മദ്, മറ്റ് സ്പോൺസർമാരുടെ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. സംഗീതവും ദൃശ്യാവിഷ്കാരവും ആധുനിക അവതരണ ശൈലിയുമായി ചേർത്ത ഈ പ്രകടനം പ്രേക്ഷകർക്ക് ഒരു സമ്പൂർണ്ണ വിനോദാനുഭവമായി മാറി. ഹനാൻ ഷായുടെ ശക്തവും ആത്മാർത്ഥവുമായ ആലാപനം വേദിയെ മുഴുവൻ കീഴടക്കി. ഓരോ ഗാനവും പ്രേക്ഷകരോട് നേരിട്ട് സംവദിക്കുന്ന രീതിയിൽ അവതരിപ്പിച്ചതോടെ ഓഡിറ്റോറിയം പ്രത്യേകമായൊരു ഊർജ്ജം നിറഞ്ഞു. വ്ളോഗിങ്ങിലൂടെ പരിചിതമായ ഹനാൻ ഷായുടെ വ്യക്തിത്വം ചേർന്നപ്പോൾ യുവജനങ്ങളെ പ്രത്യേകിച്ച് ആകർഷിക്കുന്ന ഒരു അവതരണമായി മാറി ഇത്. സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, വേദിയിലും തന്റെ കഴിവ് തെളിയിക്കാൻ ഹനാൻ ഷായ്ക്ക് സാധിച്ചതാണ് ഈ പ്രകടനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രേക്ഷകരുടെ കയ്യടിയും ഹർഷാരവും നിറഞ്ഞ അന്തരീക്ഷം പരിപാടിയുടെ വിജയത്തെ സാക്ഷ്യപ്പെടുത്തി. കലയും സൗഹൃദവും ഒരുമിച്ച് ചേർന്ന ഈ പ്രകടനം പങ്കെടുത്ത എല്ലാവർക്കും നീണ്ടു നിൽക്കുന്ന ഓർമ്മയായി മാറി. ഹനാൻ ഷായുടെ സംഘത്തിന്റെ ഈ അവതരണം പരിപാടിയുടെ ഹൈലൈറ്റായി മാറിയെന്ന് സംശയമില്ല. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ്, വെങ്ങര.